ആമയിഴഞ്ചാൻ തോട്ടിൽ ശ്രീജിത്ത് ഇപ്പോൾ നിൽക്കുന്ന ഇടത്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാലിന്യം തള്ളിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആമയിഴഞ്ചാൻ തോട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രീജിത്തിന് കാണാൻ കഴിയുന്ന കാഴ്ച എന്താണ്? ഈ കാഴ്ച എത്ര വർഷമായി ഇതേ രീതിയിൽ അവിടെയുണ്ട്? ശ്രീജിത്ത് തിരുവനന്തപുരത്ത് തന്നെ കുറേ കാലമായുള്ള ആളെന്ന നിലയിൽ ഇത് പരിചിതമായിരിക്കുമല്ലോ ഈ കാഴ്ച. തുജയ, റെയിൽവേ സ്റ്റേഷനിൽ ഈ ജോയി കുടുങ്ങിയ ആമയിഴഞ്ചാൻ തോടിൻ്റെ ഭാഗം വന്നു ചേരുന്ന പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് അടുത്തുള്ള ആ ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ അവിടെ ജോസ്കോ ജ്വല്ലറിയുടെ പിറകിലൂടെയാണ് ഈ തോട് ഒഴുകി വഞ്ചൂർ ഭാഗത്തേക്ക് പോകുന്നത്. റവന്യൂ രേഖകളിൽ ഈ തോടിന് ഇവിടങ്ങളിൽ പേര് പഴവങ്ങാടി തോട് എന്നാണ് ഉള്ളത്. ഈ പഴവങ്ങാടി തോടിൽ ഇപ്പോൾ നമുക്ക് പുറമേക്ക് മാലിന്യം കാണുന്നില്ല. എന്നാൽ ഈ മാലിന്യത്തിൻ്റെ ഈ തോടിൻ്റെ ഈ വെള്ളത്തിൻ്റെ ഒരടി താഴെ വളരെ കട്ടിയായി മാലിന്യങ്ങൾ കിടക്കുകയാണ്. ഒഴുക്ക് വെള്ളത്തിൽ ഒഴുകിപ്പോകാവുന്ന കുപ്പികളും മറ്റ് കവറുകളും മാത്രമാണ് ഈ ഘട്ടത്തിൽ ഒഴുകിപ്പോയിട്ടുള്ളത്. ബാക്കിയുള്ള മാലിന്യങ്ങളെല്ലാം അതേപടി ഈ തോട്ടിൽ കിടക്കുന്നു. ഈ വെള്ളത്തിൻ്റെ നിറം കണ്ടാൽ അറിയാം, കറുത്ത വെള്ളമാണ്. ഇപ്പോൾ ഈ മഴ പെയ്ത് കുറച്ച് ഒഴുക്കുള്ളത് കൊണ്ടാണ് ഇത്രയെങ്കിലും നേർത്ത കറുത്ത കളറുള്ളത്. അല്ലെങ്കിൽ തീർത്തും മലിനമായ വളരെ കരിയോയിലിൻ്റെ നിറമുള്ള ഒരു കറുപ്പ് ജലമായിരുന്നു വരുന്നത്. ഇപ്പോൾ നമുക്ക് അവിടെ കാണാം, ആ പഴവങ്ങാടി ക്ഷേത്രത്തിൻ്റെ ഇടതുഭാഗത്ത്, ക്ഷേത്രത്തിൻ്റെ ദർശനം കിഴക്കോട്ടാണ്, അവിടെ ഇടതുഭാഗത്ത് വടക്ക് ദിക്കിൽ കൾവർട്ടുകൾക്കടിയിലൂടെയാണ് ഈ തോട് ഒഴുകി വരുന്നത്. അവിടെ മാലിന്യം ഒരു തിട്ടയായി കിടപ്പുണ്ട്. അത് താഴെ ഈ വെള്ളത്തിന് താഴെ ഏതാണ്ട് ഒരടി താഴെ വീണ്ടും മാലിന്യങ്ങൾ കിടക്കുകയാണ്. അത്തരത്തിൽ വലിയ തോതിൽ മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്നു. പിന്നെ നമുക്കിപ്പോൾ നോക്കിയാൽ അറിയാം, ഇവിടെ ഈ ഭാഗത്ത് പൂർണ്ണമായും മാലിന്യ നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അടിത്തട്ടിൽ മാലിന്യം കിടക്കുകയാണ്. നമുക്ക് ഈ വെള്ളത്തിനടിയിലൂടെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം, തിട്ടയായിട്ട് ഈ മാലിന്യം കിടക്കുന്നു. മാലിന്യം അടിഞ്ഞ് ജല അതോറിറ്റിയുടെ പൈപ്പിലേക്ക് മാലിന്യത്തിൻ്റെ ഭാഗങ്ങൾ തൂങ്ങിക്കിടക്കുന്നത് നമുക്ക് ആ ദൂരത്തുള്ള സ്ഥലം കാണാം. അവിടെ വീണ്ടും ഒരു കലുങ്കിനടിയിലേക്ക് ഈ തോട് കിടക്കുകയാണ്. അവിടെ അപ്പോൾ ഈ തോടിൻ്റെ വീതി കുറയും. വീണ്ടും മാലിന്യങ്ങൾ കുരുങ്ങിക്കിടക്കാനുള്ള സാധ്യത അവിടെ തന്നെയുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന വടക്ക് ദിക്കിലേക്ക് പോകുന്ന സ്ഥലത്താണ് ജോയിയുടെ മൃതദേഹം കണ്ടത്. അതായത് റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ഈ ടണലിൻ്റെ ഭാഗത്ത് ഈ മാലിന്യം നീക്കാനിറങ്ങിയ ജോയിയുടെ മൃതദേഹം അവിടെ നിന്ന് ഒഴുകി ഏതാണ്ട് 1 കിലോമീറ്റർ കടന്ന് വന്നാണ് ഈ മൃതദേഹം കണ്ടെടുത്ത സ്ഥലത്തേക്ക് വന്നത്. അവിടങ്ങളിലെല്ലാം മാലിന്യ കൂമ്പാരമായിരുന്നു. ഇപ്പോൾ പോലെ കുറച്ചുകൂടി വേഗത്തിൽ നമ്മുടെ ലൈവത്തോൺ നമ്മൾ ഓടുകയാണ്. ആ മാലിന്യം നീക്കുന്നതിനായി ആ ഒരു വേഗം ഉണ്ടാകണം എന്നത് തന്നെയാണ് ഈ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയ ജലസ്രോതസ്സുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് റിപ്പോർട്ടർ ഓർമ്മിപ്പിക്കുന്നത്.